അതെ, നമ്മുടെ തമിഴ് കല്യാണം പാർട്ട് 3 വ്ലോഗാണ്. അപ്പൊ ഞങ്ങള് കല്യാണത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 6-നും 9-നും ഇടയ്ക്കാണ് മുഹൂർത്തം. ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവിടെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചടങ്ങ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം കേട്ടോ. மாப்பிள்ளை கனகாவந்தலில் மாப்பிள்ளை இருத்தி மதிமூங்கொடுத்து சாணம் கொண்டு சதுவோகளை அறிவு சூட்டி அருள்முடிக்கொடது நிர்ணயதோ ന്യായதாக നിരണാടി வைத்து അങ്ങനെ 3 മണിക്കൂർ നീണ്ട കല്യാണത്തിന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ചെറുക്കനും പെണ്ണും ഹാളിലേക്ക് കയറി. അവര് ഫോട്ടോസൊക്കെ എടുക്കുന്നു. ബാക്കി എല്ലാവരും ഹാളിലേക്ക് വന്നു. അങ്ങനെ കല്യാണത്തിന്റെ ചടങ്ങുകളെല്ലാം പൂർത്തിയായി. കല്യാണം കഴിഞ്ഞിട്ട് പോകുന്നവർക്ക് കൊടുക്കാനായിട്ട് ദാ ഇവിടെ ഒരു ഗിഫ്റ്റ് പാക്കറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏട്ടൻ നോക്കുമായിരുന്നു. തേങ്ങയുണ്ട്, പഴമുണ്ട്, വെറ്റിലയുണ്ട്, സ്വീറ്റ് ആയിട്ടൊരു മഞ്ചുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഹാളിലെത്തി. രാവിലെ 9 മണിയായപ്പോ തന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുക്കുകയാണ്. ഇഡ്ഡലി ഉണ്ട്, പൂരി ഉണ്ട്, അതുപോലെ തന്നെ കിഴങ്ങ് കറി ഉണ്ട്, പിന്നെ ദോശയുണ്ട്, വടയുണ്ട്, പിന്നെ സ്വീറ്റ് ഉണ്ട്. നല്ലൊരു അടിപൊളി സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പിന്നെ പൊങ്കലുണ്ട്, പിന്നെ വിവിധതരം ചട്നീസും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. നമ്മളൊന്ന് ഇവിടെ തിരുപ്പൂരൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഈ കാണുന്നത് തിരുപ്പൂര് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇതിന്റെ അകത്ത് ഗാദർപേട്ട എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ഡ്രസ്സുകളൊക്കെ നല്ല റീസണബിൾ റേറ്റിൽ നമുക്ക് കിട്ടും. ഹോൾസെയിൽ റേറ്റ് ആണ്. നമ്മുടെ നാട്ടിലെ എറണാകുളത്തേക്ക് വരുമ്പോൾ ഇതെല്ലാം ഇരട്ടി വിലയാണ്. അങ്ങനെ ഞാൻ വീട്ടിലിടാനായിട്ട് കുറച്ച് ഷോർട്സും ടീഷർട്സും കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ നോക്കി വാങ്ങി. നമ്മുടെ എറണാകുളത്ത് ബ്രോഡ്വേയിലെ പോലെ തന്നെ റോഡിന് ഇരുവശങ്ങളിലുമായിട്ട് കടകളാണ്. അപ്പൊ നമുക്ക് വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ നല്ല വിലക്കുറവിൽ ഇവിടെ വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ ഇവിടെ നിന്ന് മേടിച്ചായിരുന്നു. പിന്നെ ഇതായി കാണുന്നത് നമ്മുടെ രാംരാജിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ്. അപ്പൊ ഞങ്ങളൊന്ന് ഇവിടെ കയറി എങ്ങനെയാണ് അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ എന്നൊന്ന് അറിയാനായിട്ട്. പക്ഷേ നല്ല ലാഭം ഉണ്ട് കേട്ടോ. ഈ ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്ന് നമ്മള് കസവ് മുണ്ടുകൾ വാങ്ങിക്കുമ്പോൾ 500 രൂപയേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അതേ സെയിം മുണ്ടിന്റെ വില 1000 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് 3 ഓണത്തിനുള്ള 3 ട്രഡീഷണൽ മുണ്ടുകൾ വാങ്ങിച്ചു. പലതരം കളറിലെ, ഒരു ക്രീം, ഒരു ഗ്രീൻ, പിന്നെ ഒരു ഗോൾഡൻ കസവിന്റെ അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബനിയാൻ എല്ലാം നമുക്ക് നമ്മുടെ നാട്ടിലെക്കാട്ടിലും പകുതി വിലയിലാണ് ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെ ഇവിടെ നല്ല ഹാപ്പി ഷോപ്പിംഗ് ഒക്കെ നടത്തി ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീണ്ടും നമ്മൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. പനിയായതുകൊണ്ട് ഇനി ഹോട്ടലിൽ ചെന്നിട്ട് ഇളയച്ചനെ മോനെ പിക്ക് ചെയ്ത് ഞങ്ങൾ ഉടനെ തന്നെ നാട്ടിലേക്ക് തിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു. ദാ പാലക്കാട് എത്താറായപ്പോഴേക്കും ഞങ്ങളൊരു ബേക്കറി കയറി ചായ എല്ലാം കുടിച്ചു, സ്നാക്സ് ഒക്കെ വാങ്ങി. ഞങ്ങൾ അങ്ങനെ രാത്രി 12:30യോടുകൂടി എറണാകുളത്ത് എത്തിയിട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കല്യാണം വ്ലോഗ്. എല്ലാവർക്കും എന്റെ വ്ലോഗ് ഇഷ്ടമായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.